താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി പഞ്ചായത്ത് 2ാം വാർഡിൽ പാലേലി വീട്ടിൽ സ്വാമിക്കുട്ടിയുടെ ഭാര്യ വിലാസിനിയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. വിലാസിനിയുടെ 2 ഹൃദയവാൽവുകൾ അടിയന്തരമായി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാലടി പഞ്ചായത്ത് 2ാം വാർഡിൽ പാലേലി വീട്ടിൽ സ്വാമിക്കുട്ടിയുടെ ഭാര്യ വിലാസിനിയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. വിലാസിനിയുടെ 2 ഹൃദയവാൽവുകൾ അടിയന്തരമായി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കാനിരിക്കുന്ന ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 6 ലക്ഷം രൂപയോളം ചെലവ് വരും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബം അങ്ങേയറ്റം ദയനീയാവസ്ഥയിലാണ് കഴിയുന്നത്. എൻ്റെ പേര് വിലാസിനി. ഞാൻ കാലടി പഞ്ചായത്തിൽ 2ാം വാർഡിൽ താമസിക്കണേ. എനിക്ക് ഇപ്പം ചികിത്സിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. മോന് കൂലിപ്പണിയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഈ ഹാർട്ടിന് പ്രശ്നമുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ ഇപ്പോൾ ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ലക്ഷങ്ങൾ രൂപ വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. അതിപ്പോൾ ഒരു 38 കൊല്ലത്തോളമായി. തുടക്കം പനിയായിരുന്നു. ഏറ്റവും മുൻപ് LFയിലായിരുന്നു ചികിത്സിച്ചത്. പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കോട്ടയത്തേക്ക് എഴുതി തന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവിടുത്തെ ഇതിലാണ് കഴിക്കണേ. ഹൃദയത്തിൻ്റെ 2 വാൽവുകൾക്കും കുഴപ്പമുണ്ട്. അത് 2 വാൽവുകൾ മാറ്റി വയ്ക്കണം. ഗുളിക 6 സൈസ് ഗുളികയുണ്ട്. അത് 3 സൈസ് ഗുളികയ്ക്ക് നല്ല പൈസയാണ്. 35 വർഷം മുൻപ് സർക്കാർ സഹായത്തോടെ നിർമ്മിച്ച വഴി സൗകര്യം പോലുമില്ലാത്ത 3 സെന്റിലെ ഒറ്റമുറി വീട്ടിലാണ് വിലാസിനിയും കുടുംബവും താമസിക്കുന്നത്. ഭർത്താവ് സ്വാമിക്കുട്ടിയും ഹൃദ്രോഗിയാണ്. എൻ്റെ പേര് സ്വാമിക്കുട്ടി, 67 വയസ്സ്. എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ 2 വാൽവും മാറ്റി വയ്ക്കണം. അത് സ്ഥിതി ഇത്തിരി മോശമാണ്. അതുകൊണ്ട് പൈസ ഞങ്ങൾക്ക് ഇല്ല. അപ്പം നിങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഒരു പുളിയ കാസ്റ്റാണ്. അപ്പോൾ വേറെ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഞാനും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്ക് ആൻറ്റിയോഗ്രാം ആൻറ്റിയോപ്ലാസ്റ്റ് കഴിഞ്ഞ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഗുളിക ഇപ്പോൾ ആഴ്ചയിൽ 500 രൂപയുടെ ഗുളിക വരും. ഏകമകൻ വിഷ്ണു കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. വിഷ്ണുവിൻ്റെ ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് വിലാസിനിയുടെ ചികിത്സാ തുക കണ്ടെത്താൻ വഴിയില്ല. ഈ സാഹചര്യത്തിൽ സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും കനിവ് തേടുകയാണ് ഈ കുടുംബം. വിലാസിനി ചേച്ചിയെ ഞാൻ ഏറ്റവും അടുത്തറിയുന്നതാണ്. എൻ്റെ തൊട്ട അയൽവക്കത്ത് തന്നെയാണ് താമസിക്കുന്നത്. മരോട്ടിച്ചോട്ടിൽ നിന്നും മിനി ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞ വഴിയിലൂടെ വരുമ്പോൾ മിനി അടുത്തായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. നടപ്പാത മാത്രമുള്ള ഒരൊറ്റ മുറി വീട്ടിലാണ്. ഒരു 35 വർഷം മുമ്പ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചൊരു വീടാണത്. ആ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. വളരെ ദയനീയമാണ്. ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെട്ടവരാണ്. ഒരു 5 വർഷം മുമ്പേ തന്നെ വാൽവ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഭയങ്കര ശ്വാസമുട്ടാണ്, അണപ്പാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചേച്ചി ഇവിടെ അടുത്ത വീടുകളിലൊക്കെ കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. സാമുട്ടി ചേട്ടനും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ആളും ചെറിയ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടിയാണ്. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. മോനൊരു കൂലിപ്പണിക്കാരനാണ്. അത്രയും ദാരിദ്ര്യമുള്ളൊരു കുടുംബമാണ്. ഈ കുടുംബത്തെ അത്യാവശ്യമായിട്ട് സഹായിക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ദിവസങ്ങളിലൊക്കെ വിളി വന്നു. പക്ഷേ നമ്മുടെ പൈസ ആയിട്ടില്ല. ആ പൈസ സുമനസ്സുകളുടെ സഹായത്തോടെ ലഭിക്കണം. ഏകദേശം ഒരു എല്ലാം കൂടി ഒരു 6 ലക്ഷം രൂപയോളമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണത്. അതുകൊണ്ട് അത് എല്ലാ സുമനസ്സുകളും ഒന്ന് കൈയാഞ്ഞ് സഹായിച്ചാൽ ഈ കുടുംബത്തിലെ ഒരു സന്തോഷം ലഭിക്കും.